ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇനി പറയാനുള്ളത് റൈറ്റ് ടു വർക്ക് എന്നുള്ള ഭാഗമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായുള്ള ദേശീയവും പ്രാദേശികവുമായ വിവിധ സമരങ്ങൾ, അടിമത്തത്തിനും നിർബന്ധ തൊഴിലാളികൾക്കുമെതിരെയുള്ള പോരാട്ടം, മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾക്കും ന്യായമായ വേതനത്തിനും വേണ്ടിയുള്ള അവകാശവാദങ്ങൾ, ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനും ചേരുവാനുള്ള അവകാശം, പണിമുടക്കാനുള്ള അവകാശം എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ചില തരത്തിൽ ഈ ഒരു പ്രസ്ഥാനങ്ങൾ മനുഷ്യാവകാശ പ്രസ്ഥാനത്തെ മുൻനിർത്തിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിലും റഷ്യൻ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിലും 1919 സ്ഥാപിതമായ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ പ്രവർത്തനങ്ങളിലൂടെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ന്യായീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നേറുന്ന കമ്മ്യൂണിസത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ആകർഷണത്തെ സന്തുലിതമാക്കുന്നതിന് ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ വളരെ നിർണായകമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശാശ്വതമായ സമാധാനം കൈവരിക്കുന്നതിന് രണ്ട് ലോകമഹായുധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സാമൂഹിക നീതി അനിവാര്യമായി കാണപ്പെട്ടു. വിവിധ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് നിരീക്ഷിക്കുന്നതിന് ILO വിശദമായിട്ടുള്ള കൺവെൻഷനുകളും വിപുലമായ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്തു. WTO അന്താരാഷ്ട്ര വ്യാപാര നിയമ വ്യവസ്ഥയിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള വിഭജന ചർച്ചയോടുകൂടി 1998 ഒരു പുതിയ യുഗം ആരംഭിച്ചു. വ്യാപാര വ്യവസ്ഥയിൽ ഒരു സാമൂഹിക വ്യവസ്ഥയിലൂടെ തൊഴിലാളി അവകാശ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് വികസ്വര രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് ശരിയായ വേതനം ലഭിക്കുന്നില്ല എന്നതിൻ്റെയോ തൊഴിൽ അവകാശങ്ങൾ അവർ അനുഭവിക്കുന്ന തരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശങ്ങളാകുന്നില്ല എന്നതിൻ്റെയോ പേരിൽ വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഒഴിവാക്കുന്നതിന് സമ്പന്ന സംസ്ഥാനങ്ങളെ അനുവദിക്കുമെന്നതിൽ കാര്യമായ അസ്വസ്ഥതകളുണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത്. തൊഴിലാളികളുടെ അവകാശ പ്രശ്നം വ്യാപാര രംഗത്ത് നിന്ന് ഒഴിവാക്കി ILOയ്ക്ക് വിടാൻ തീരുമാനിച്ചു. അന്താരാഷ്ട്ര തൊഴിൽ അവകാശങ്ങളെക്കുറിച്ച് ഒരു പുതിയ വീക്ഷണം നടത്തിക്കൊണ്ടാണ് ILO പ്രതികരിച്ചത്. അടിസ്ഥാന തത്വങ്ങളെയും ജോലിസ്ഥലത്തെ അവകാശങ്ങളെയും കുറിച്ചുള്ള ILO പ്രഖ്യാപനത്തിൽ അവകാശങ്ങൾ കാര്യക്ഷമമാക്കുകയും വീണ്ടും പാക്കേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തത്വങ്ങൾ പറയുന്നത് കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യവും കൂട്ടായ വിലപേശലിനുള്ള അവകാശത്തിൻ്റെ ഫലപ്രദമായ അംഗീകാരവും നിർബന്ധിതമോ സൗജന്യമോ ആയ എല്ലാതരം ജോലികളുടെയും ഉന്മൂലനം ബാലവേല ഫലപ്രദമായി നിർത്തലാക്കൽ, തൊഴിലാളികൾക്കിടയിലുള്ള വിവേചനം ഇല്ലാതാക്കൽ. ഘടക അവകാശത്തിൻ്റെ പാക്കേജ് സങ്കീർണമാണ്. നിർബന്ധ ജോലിക്ക് വിധേയരാക്കാനുള്ള അവകാശമാണ് ഒന്നാമത്തെ അവകാശം. തൊഴിൽ വിപണികളിലേക്ക് പ്രവേശനം വേണമെന്ന രണ്ടാമത്തെ അവകാശം. മൂന്നാമത്തേത് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങളും നല്ല പ്രതിഫലവും ഉണ്ടായിരിക്കണം. നാലാമതായി ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനുള്ള അവകാശം അംഗീകരിക്കപ്പെടണം. അഞ്ചാമതായിട്ട് തൊഴിലാളികൾക്ക് വിവേചനം കാണിക്കാതിരിക്കാനും അന്യായമായ പിരിച്ചുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. അവസാനമായി തൊഴിലില്ലായ്മയുടെ സാഹചര്യത്തിൽ എല്ലാവർക്കും സാമൂഹിക സുരക്ഷയ്ക്കുള്ള അവകാശം. ജോലിയിൽ സഹവസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും അന്യായമായ പിരിച്ചുകളിൽ നിന്നുള്ള സംരക്ഷണത്തിൻ്റെയും തത്വങ്ങൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കാമെങ്കിലും ഈ അവകാശങ്ങൾ എങ്ങനെ നടപ്പാക്കപ്പെടുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയ ശക്തി, സാംസ്കാരിക പശ്ചാത്തലം എന്നിവയെ ആശ്രയിച്ചാണ്. ചില രാജ്യങ്ങൾക്ക് തൊഴിൽ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ട്രേഡ് യൂണിയനുകൾക്ക് ഒരു സുപ്രധാന പങ്ക് നൽകേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന ഒരു നീണ്ട പാരമ്പര്യമുണ്ട്. മറ്റുള്ളവർ യൂണിയനുകളെ വഴക്കത്തിനും മത്സരക്ഷമതയ്ക്കും തടസ്സമായി കാണുന്നു. അത്തരം സമീപനങ്ങൾ സ്ഥിരമല്ല. സാമൂഹിക മാറ്റങ്ങൾക്കും ജനാധിപത്യ പ്രക്രിയയിലൂടെ പുതിയ ഭൂരിപക്ഷത്തിൻ്റെ ആവിർഭാവത്തിനും ഒരു കാരണമായി മാറിയേക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് കണ്ടംപററി കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ്. നിലവിലെ അന്താരാഷ്ട്ര ഘടനയിൽ മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യത്തിന് വ്യാപകമായിട്ടുള്ള സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. കാരണം അതിന് നിയമപരവും കൂടുതൽ രാഷ്ട്രീയവുമായിട്ടുള്ള സ്വാധീനമുണ്ട്. മനുഷ്യാവകാശങ്ങൾ നിയമപരമാണ്, കാരണം അതിൽ അന്തർദേശീയ ബന്ധുക്കൾക്കുള്ള അവകാശങ്ങളും
ബാധ്യതകളും നടപ്പിലാക്കുന്നത് വരെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ധാർമ്മികമാണ്. കാരണം മനുഷ്യാവകാശങ്ങൾ മനുഷ്യൻ്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുള്ള മൂല്യാധിഷ്ഠിത സംവിധാനമാണ്. മാത്രമല്ല അത് വാക്കിൻ്റെ വലിയ അർത്ഥത്തിൽ രാഷ്ട്രീയമാണ്. വ്യക്തികളുടെ മേലുള്ള സർക്കാരുകളുടെ അധികാരം പരിമിതപ്പെടുത്താനും അവർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ അവകാശങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് അതിൻ്റെ കൃത്യമായ സ്വഭാവവും വ്യാപ്തിയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ രീതിയും സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്ന് എല്ലാവരും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നാൽ ആക്രമണത്തെക്കുറിച്ചുള്ള അറിവോടുകൂടി ഏതെങ്കിലും സിവിലിയൻ ജനതയ്ക്കെതിരായ വ്യാപകമായ അല്ലെങ്കിൽ ആസൂത്രിതമായ ആക്രമണത്തിൻ്റെ ഭാഗമായി ചെയ്യുമ്പോൾ ഇനി പറയുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ, കൊലപാതകം, ഉന്മൂലനം, അടിമത്തം, അതുപോലെ നാടുകടത്തൽ, ജനസംഖ്യയുടെ നിർബന്ധമായിട്ട് കൈമാറ്റത്തെയാണ് എന്ത് പറയുക, നാടുകടത്തൽ എന്ന് പറയുക. അതുപോലെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ലംഘിച്ച് ജയിൽവാസം അല്ലെങ്കിൽ ശാരീരിക സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റ് കഠിനമായ നഷ്ടം, ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്യുക. അതുപോലെ പീഡനം, ബലാത്സംഗം, ലൈംഗിക അടിമത്തം, നിർബന്ധ വേശ്യാവൃത്തി, നിർബന്ധ ഗർഭം, നിർബന്ധ വന്ധ്യീകരണം, ഇതൊക്കെ എന്താണ്, തെറ്റായൊരു നടപടിയാണ്. അതുപോലെ രാഷ്ട്രീയ, വംശീയ, ദേശീയ, സാംസ്കാരിക, മത, ലിംഗഭേദം, ഈ രീതിയിൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട മറ്റു കാരണങ്ങളാൽ തിരിച്ചറിയാവുന്ന ഏതെങ്കിലും ഗ്രൂപ്പിനോ കൂട്ടായിട്ടോ എതിരായിട്ട് എന്താണ്, ശക്തമായ പീഡനം നടത്തുക. അതുപോലെ തന്നെ വർണ്ണവിവേചന കുറ്റം, അതുപോലെ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ആരോഗ്യത്തിന് മനഃപൂർവ്വം വലിയ കഷ്ടപ്പാടോ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയെ സൃഷ്ടിക്കാം. ഇതൊക്കെ തന്നെ എന്തിലാണ് വരുന്നത്, ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി പ്രോബ്ലംസ് ഓഫ് അപ്പാർത്തൈഡ് ഇൻ ആഫ്രിക്ക. 1795 മുതൽ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ദക്ഷിണാഫ്രിക്ക. വൈറ്റ് ഗവൺമെൻറ് വർണ്ണവിവേചന നയം സ്വീകരിച്ചു. അതായത് ഭൂരിപക്ഷ കറുത്ത വർഗ്ഗക്കാരെ അടിച്ചമർത്തലും വിവേചനവും. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവർഗ്ഗക്കാർക്ക് തുല്യ അവകാശങ്ങൾക്കായിട്ട് ക്യാമ്പയിൻ നടത്തുന്ന ഒരു പാർട്ടി അതിൻ്റെ വെള്ളക്കാരായ ന്യൂനപക്ഷ സർക്കാർ 27 വർഷം തടവിലാക്കി. ഈ ഇതിൻ്റെ പേരിൽ ഇന്ത്യയും മറ്റ് പല രാജ്യങ്ങളും ഈ നയത്തെ അപലപിച്ചു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൻ്റെയും ദേശീയ പോരാട്ടത്തിൻ്റെയും ഫലമായിട്ട് വെളുത്ത ന്യൂനപക്ഷ സർക്കാർ ഒടുവിൽ വർണ്ണവിവേചന നയം പിൻവലിച്ചു. 1994 ദക്ഷിണാഫ്രിക്ക അതിൻ്റെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡൻ്റായ നെൽസൺ മണ്ടേലയെ തിരഞ്ഞെടുത്തു. വെള്ളക്കാരുടെ ന്യൂനപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവരും നിറങ്ങളുള്ള ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ പതിവായിട്ട് ലംഘിക്കപ്പെട്ടു. അപ്പോൾ വേർതിരിവിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് വർണ്ണവിവേചനം വളർന്നു വന്നിട്ടുള്ളത്. വർണ്ണവിവേചനം എന്നത് വേർതിരിവിൻ്റെ വികാസവും തീവ്രതയുമാണ്. വർണ്ണവിവേചന സിദ്ധാന്തം രചിച്ചതിൻ്റെ ബഹുമതി ദക്ഷിണാഫ്രിക്കയിലെ ഡോക്ടർ ഹെൻറിക് വെർവോഡ്, 7ാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹെൻറിക് വെർവോഡ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ വംശത്തിനും രാഷ്ട്രത്തിനും ലോകത്തിന് നൽകാൻ ദൈവികമായി നിശ്ചയിച്ചിട്ടുള്ള അതുല്യമായ വിധിയും സാംസ്കാരിക സംഭാവനയുമുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ അന്തർലീനമായ ലൈനുകളിൽ പൂർണ്ണമായി വികസിക്കാൻ കഴിയുന്ന തരത്തിൽ റേസുകൾ, അതായത് വർഗ്ഗങ്ങളെ വേറിട്ട് നിർത്തണം. എല്ലാറ്റിനും ഉപരിയായി വംശീയ സമ്പർക്കം ഒഴിവാക്കണം. സാംസ്കാരിക നേട്ടങ്ങൾ വംശീയമായി നിർണ്ണയിക്കപ്പെടുന്നു. വംശങ്ങൾ അന്തർലീന അസമത്വമാണ്. ഓരോ വംശീയ വിഭാഗത്തിനും അതിൻ്റെ തനതായ സാംസ്കാരിക വ്യക്തിത്വം വികസിപ്പിക്കുന്നതിന് അതിൻ്റേതായ പ്രദേശമുണ്ടായിരിക്കണം. അപ്പോൾ ഹെൻറിക്കിൻ്റെ വർണ്ണവിവേചന സിദ്ധാന്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1950-നും 1959-നും ഇടയിൽ ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ് പരസ്പര ബന്ധിതമായ നിയമങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പരമ്പര പാസാക്കി. ഈ പ്രവൃത്തികളുടെ നിയമങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് 1950. ഈ നിയമം ജനസംഖ്യയെ വിഭജിച്ചു. മുഴുവൻ ജനസംഖ്യയും 4 നിയമാനുസൃത വംശീയ ഗ്രൂപ്പുകളായിട്ട്, അതായത് വെള്ളക്കാർ, കറുത്തവർ, നിറക്കാർ, ഇന്ത്യക്കാർ എന്നിങ്ങനെ തരംതിരിക്കാൻ ഇത് വ്യവസ്ഥ ചെയ്തു. അന്തർവംശീയ വിവാഹങ്ങൾ നിരോധിക്കപ്പെട്ടു. വെള്ളക്കാരും കറുത്തവരും തമ്മിലുള്ള അടുപ്പമുള്ള ബന്ധങ്ങൾ നിരോധിക്കുന്നത് വെള്ളക്കാരും നിറക്കാരും തമ്മിലുള്ള അടുപ്പമുള്ള ബന്ധങ്ങൾ നിരോധിക്കുന്നതിലേക്ക് വ്യാപിച്ചു. അതായത് എല്ലാവർക്കും ഇടയിലുള്ള പരസ്പര ബന്ധങ്ങളെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഗ്രൂപ്പ് ഏരിയാസ് ആക്ട് എന്ന് പറഞ്ഞാൽ അത് 1950 തന്നെയാണ്. ഈ നിയമം നിർദ്ദിഷ്ട വംശങ്ങൾക്കായി പ്രത്യേക പ്രദേശങ്ങൾ നിശ്ചയിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പലപ്പോഴും ചേരി നിർമ്മാർജ്ജനത്തിൻ്റെ മറവിൽ സെൻട്രൽ സിറ്റി ഏരിയയിൽ നിന്ന് വെള്ളക്കാരല്ലാതെ മുഴുവൻ സമുദായക്കാരെയും പിന്നീട് അവിടെ നിന്നും മാറ്റി. ഇനി എന്താണ് സപ്രഷൻ ഓഫ് കമ്മ്യൂണിസം ആക്ട് 1950? വർണ്ണവിവേചനത്തിനായ സമൂലമായ എതിർപ്പിനെതിരെ സർക്കാരിൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണിത്. ഇനി നാറ്റീവ് ലോ
അമെൻമെൻറ്റ് ആക്ട് 1952. ഈ നിയമം ആഫ്രിക്കക്കാർ നഗരങ്ങളിൽ നിയമപരമായി യോഗ്യരല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത് നിയമവിരുദ്ധമാക്കി. ഒരു ആഫ്രിക്കൻ പൗരന് ഒരു നഗരപ്രദേശത്ത് 72 മണിക്കൂറിൽ കൂടുതൽ തുടരാൻ പ്രത്യേക അനുമതി ആവശ്യമാണെന്ന് ഈ നിയമവ്യവസ്ഥ കൊണ്ടുവന്നു. അവൻ അല്ലെങ്കിൽ അവൾ ഒരു ഇളവ് നേടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നുകിൽ സ്ഥിരതാമസക്കാരാവുകയോ അല്ലെങ്കിൽ അവിടെ നിയമപരമായ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവരവിടെ നിന്ന് മാറിക്കൊള്ളണം. ഇനി അടുത്തത് പ്രിസൺസ് ആക്ട് ആണ് 1959. ഈ നിയമം ജയിലുകളിലെ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പരിമിതപ്പെടുത്തി. ചില തടവുകാർ ആത്മഹത്യ ചെയ്യുകയോ സംശയാത്മകമായ സാഹചര്യത്തിൽ മരിക്കുകയോ ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പരിമിതപ്പെടുത്തി. ഇനി സോഷ്യൽ അപ്പാർത്തൈഡ് ആക്ട് 1959. ഈ നിയമം 1936 പ്രത്യേക സൗകര്യ നിയമത്തെ വിപുലീകരിച്ചു. കറുത്തവർക്കും വെള്ളക്കാർക്കും പൊതുവായ കായിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും ഒരേ സാംസ്കാരിക വിനോദത്തിൻ്റെ പേരിൽ പങ്കെടുക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. ഇനി ദ എക്സ്റ്റൻഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആക്ട് 1959. ഈ നിയമം കേപ്പ് ടൗണിലെ മുമ്പ് തുറന്ന സർവകലാശാലകളിൽ ചേരാനുള്ള വെള്ളക്കാരല്ലാത്ത വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ നീക്കം ചെയ്തു. അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അവിടെ ബന്ധാക്കുകയാണ്. ഇനി പൊളിറ്റിക്കൽ അപ്പാർത്തൈഡ് ആക്ട് 1959. പാർലമെൻറ്റിൽ തദ്ദേശീയരുടെ അല്ലെങ്കിൽ കറുത്തവർഗ്ഗക്കാരുടെ താല്പര്യത്തെ പ്രതിനിധീകരിച്ച് 4 വെള്ളക്കാരായ പ്രതിനിധികളെ സർക്കാർ നിർത്തലാക്കി. അതുപോലെ കറുത്തവർഗ്ഗക്കാർക്ക് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ അതത് കരുതൽ പ്രദേശങ്ങളിൽ വിനിയോഗിക്കേണ്ടി വന്നു. ഇനി വരുന്നതാണ് എഡ്യൂക്കേഷണൽ അപ്പാർത്തൈഡ് ആക്ട്. അതായത് വിദ്യാഭ്യാസം ആദ്യം കുട്ടികളെ അവർ ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടവരാണെന്ന് പഠിപ്പിക്കണമെന്ന് ഈ നിയമവ്യവസ്ഥ പറയുന്നുണ്ട്. അതായത് അവർക്ക് മാതൃഭാഷാ വിദ്യാഭ്യാസം നൽകേണ്ടി വന്നു. ഇത് ദ്വിഭാഷാ വിദ്യാഭ്യാസം നിർത്തലാക്കി. വെള്ളക്കാരായ ആഫ്രിക്കക്കാരോടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളോടും സ്കൂളിൽ പോകാൻ നിയമം നിർദ്ദേശിക്കുകയും അവരെ അവരുടെ ഭാഷയിൽ പഠിപ്പിക്കുകയും ചെയ്തു. വെള്ളക്കാരായ സ്കൂളുകളിൽ പഠിച്ചിരുന്ന നിറമുള്ള ഇന്ത്യൻ കുട്ടികളെ നിറമുള്ളവർക്കും ഇന്ത്യക്കാർക്കുമായി മാത്രമുള്ള സ്കൂളുകളിൽ ചേരാൻ ഉത്തരവിട്ടു. 1959 സർവകലാശാല വിദ്യാഭ്യാസം വേർതിരിക്കപ്പെട്ടു. ഇത് കറുത്തവർഗ്ഗക്കാരായ ചെറിയ വിദ്യാർത്ഥികൾ വെള്ളക്കാരായ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വിടാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ വെസ്റ്റേൺ കേപ്പ് സർവകലാശാല, ഡർബൻ വെസ്റ്റ് വില്ലെ സർവകലാശാല, സുല്ലാലാഡ് സർവകലാശാല, ഫോർട്ട് ഹെയർ സർവകലാശാല എന്നിങ്ങനെ കുറേ സർവകലാശാലകൾ വളർന്നു വന്നു. ഇനി വരുന്നത് സ്ലേവറിയാണ്. അടിമത്തത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അടിമത്തം നിർത്തലാക്കുന്നതിൽ തന്ത്രപരവും സാമ്പത്തികവുമായിട്ടുള്ള ശക്തികൾ പങ്കുവഹിച്ചെങ്കിലും അടിമത്തം മനുഷ്യത്വരഹിതമാണെന്ന യഥാർത്ഥ വികാരവും ഉണ്ടായിരുന്നു. ആൻറ്റി സ്ലേവറി സൊസൈറ്റി, ഇപ്പോൾ ആൻറ്റി സ്ലേവറി ഇൻ്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സൊസൈറ്റി പോലെയുള്ള സർക്കാരിതര സംഘടനകൾ അന്താരാഷ്ട്ര നടപടിക്ക് വേണ്ടി സമ്മതം ചെലുത്തി. അടിമത്തത്തിനെതിരായ പോരാട്ടം ചിലപ്പോൾ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന് തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ലീഗ് ഓഫ് നാഷൻ അടിമത്തത്തെക്കുറിച്ചുള്ള കമ്മീഷനെ രൂപീകരിച്ചു. 1926 അടിമത്ത കൺവെൻഷൻ അംഗീകരിച്ചു. 1910 ഒരു കൺവെൻഷൻ വൈറ്റ് സ്ലേവ് ട്രാഫിക്കിൽ വിളിച്ചിരുന്നതിന് അടിച്ചമർത്താൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗതാഗതത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകൾ വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ഖേദകരമെന്ന് പറയട്ടെ, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് ശേഷവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മ്യൂണിറ്റി ഇപ്പോൾ അടിമത്തത്തിൻ്റെ സമകാലിക രൂപങ്ങൾ, വ്യക്തികളെ കടത്തിക്കൊണ്ടുപോകൽ, നിർബന്ധ തൊഴിൽ എന്നിവയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അടിമത്തത്തിനെതിരായ പഴയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അന്തർദേശീയ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ കാതലായ ഒന്നാണ്. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധകാലത്ത് നിർബന്ധ തൊഴിലാളികളെ സംബന്ധിച്ച 1990കളിലെ സെറ്റിൽമെൻറ്റുകളുടെ കേന്ദ്രവുമാണിത്. ഇനി വരുന്നത് ജിനോയിഡാണ്. ന്യൂറംബർഗ് ട്രിബ്യൂണൽ ഉപയോഗിച്ച മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന ആശയത്തിൻ്റെ പരിമിതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി 1948 ഡിസംബർ 9 വംശഹത്യയുടെ കുറ്റകൃത്യം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള കൺവെൻഷൻ ജനറൽ അസംബ്ലി അംഗീകരിച്ചു. സമാധാനകാലത്തായാലും യുദ്ധകാലത്തായാലും വംശഹത്യ അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകരമാണെന്ന് കൺവെൻഷൻ പ്രഖ്യാപിക്കുന്നു. ദേശീയമോ വംശീയമോ മതപരമോ ആയ ഒരു ഗ്രൂപ്പിനെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കാൻ ഓറിയൻറ്റുമായി ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് വംശഹത്യ. ഈ പ്രവൃത്തികൾ 5 വിഭാഗങ്ങളായിട്ടുണ്ട്. ഗ്രൂപ്പിലെ അംഗങ്ങളെ കൊല്ലുന്നത്, ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഗുരുതരമായ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ദോഷം വരുത്തുന്നത്, പൂർണ്ണമായോ ഭാഗികമായോ അതിൻ്റെ ശാരീരിക നാശം വരുത്തുന്നതിനായി
കണക്കാക്കിയ ജീവിതത്തിൻ്റെ ഗ്രൂപ്പ് വ്യവസ്ഥകളിൽ ബോധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നത്. ഗ്രൂപ്പിനുള്ളിൽ ജനനം തടയാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ അടിച്ചേൽപ്പിക്കുക. ഗ്രൂപ്പിലെ കുട്ടികളെ നിർബന്ധിച്ച് മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുക. ഇനി വംശഹത്യ എന്ന വാക്ക് 1944 മുമ്പ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്യൻ ജൂതന്മാരുടെ നാശം ഉൾപ്പെടെ ഹോളോകാസ്റ്റ് സമയത്ത് ആസൂത്രിതമായ കൊലപാതകങ്ങളുടെ നാസി നയങ്ങളെ വിവരിക്കാൻ ശ്രമിച്ച റാഫേൽ ലെങ്കിൻ എന്ന പോളിഷ് യഹൂദ അഭിഭാഷകൻ ഉപയോഗിച്ച വളരെ നിർദ്ദിഷ്ട പദമാണിത്, ഈ ഒരു വംശഹത്യ എന്നൊരു പദം. വംശം അഥവാ ഗോത്രം എന്ന് സൂചിപ്പിക്കുന്ന ജനോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും കൊല്ലുന്നതിനെ കുറിച്ച് ലാറ്റിൻ പദത്തിൽ പറയുന്ന സൈഡ് എന്ന പദത്തിൽ നിന്നും ചേർന്നിട്ടാണ് വംശഹത്യ എന്ന പദം ഉണ്ടായത്. ജർമ്മൻകാർ ജർമ്മനികളെ തരങ്കൽ പാലയത്തിൽ നാടുകടത്തുന്നതും തുടർന്നുള്ള മോശമായ പെരുമാറ്റവും ഉന്മൂലനവും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെന്ന് ഉറപ്പാക്കാൻ 1945 ന്യൂറംബർഗ് ചാർട്ടിലെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഒരു വിഭാഗം ഉപയോഗിച്ചു. അക്കാലത്തെ അന്താരാഷ്ട്ര യുദ്ധ നിയമത്തിന് കീഴിൽ ഒരു ഗവൺമെൻറ് സ്വന്തം പൗരന്മാരോട് പെരുമാറുന്ന രീതി അന്തർദേശീയ പരിഗണനയുടെ വിഷയമായിട്ടല്ല, ആഭ്യന്തര അധികാരപരിധിയുടെ മാത്രം വിഷയമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതിനാൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം എന്ന ആശയം ഈ ക്രൂരതകളെ അന്താരാഷ്ട്ര പ്രോസിക്യൂഷൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ ഉപയോഗിച്ചു. എന്നിരുന്നാലും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ടിരുന്നിടത്തോളം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കാൻ സഖ്യകക്ഷികൾ ശ്രദ്ധാലുക്കളായിരുന്നു. റുവാണ്ടയുടെ മുൻ പ്രധാനമന്ത്രി ജീൻ കമ്പണ്ടയെ വംശഹത്യയ്ക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ബോസ്നിയൻ സർബ് ആർമിയുടെ ഡ്രിന ചീഫ് ഓഫ് സ്റ്റാഫ് റാഡിസ്ലാവ് ക്രിസ്റ്റിക്ക് 35 വർഷത്തെ തടവ് ശിക്ഷിക്കപ്പെട്ടു. സെബ്രേനിയയിലെ വംശഹത്യയെ സഹായിക്കാനും 8000 പേരെ കൊലപ്പെടുത്താൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാനും അനുവദിച്ചു. ഇനി വരുന്നത് ടോർച്ചറാണ്. മറ്റൊരു അന്താരാഷ്ട്ര കുറ്റമാണിത്. പീഡനത്തിനെതിരായിട്ടുള്ള UN കൺവെൻഷനിലെ പീഡന നിരോധനം കേവലമായ വാക്കുകളിൽ വിവരിച്ചിരിക്കുന്നു. യുദ്ധാവസ്ഥയോ യുദ്ധഭീഷണിയോ ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയോ മറ്റേതെങ്കിലും പൊതു അടിയന്തരാവസ്ഥയോ ആകട്ടെ, അസാധാരണമായ സാഹചര്യങ്ങളൊന്നും പീഡനത്തെ ന്യായീകരിക്കാൻ പാടില്ല. എന്നാൽ നിർഭാഗ്യവശാൽ പീഡനം ലോകമെമ്പാടും നടക്കുന്നു. പീഡനത്തിൻ്റെ ഉദ്ദേശങ്ങൾ വ്യത്യസ്തമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ പീഡന സമ്മതം പുറത്തെടുക്കുന്നതിനുള്ള ഉപയോഗപ്രദമായ മാർഗമായി കണക്കാക്കപ്പെടുന്നു. ഇംഗ്ലീഷ് പൊതുനിയമം പീഡനം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റാർ ചേംബർ വഴി പീഡന വാറന്റ് പുറപ്പെടുവിക്കാൻ രാജാവിനെ അനുവദിച്ച അസാധാരണമായ ഒരു നടപടിക്രമമാണിത്. 1605 പാർലമെൻറ്റിലെ ഭവനങ്ങൾ തകർക്കാൻ ശ്രമിച്ചപ്പോൾ പിടിക്കപ്പെട്ട ഗ്ലൈഫോക്സ് ആയിരുന്നു ഈ നടപടിക്രമത്തിന് വിധേയനായ ഏറ്റവും പ്രശസ്തനായ വ്യക്തി. അടുത്തിടെ നടന്ന ഒരു മനുഷ്യാവകാശ കേസിൽ ഹൗസ് ഓഫ് ലോർഡ്സിലെ ജഡ്ജിമാരെ ഇംഗ്ലീഷ് ചരിത്രത്തിലെ ഒരു എപ്പിസോഡ് നമ്മെ ഓർമ്മിപ്പിച്ചു. ഈ അന്വേഷണം രാജാവിൻ്റെ അധികാര ദുർവിനിയോഗത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1640 സ്റ്റാർ ചേംബറിനോടൊപ്പം ഇത് നിർത്തലാക്കപ്പെട്ടു. എന്നിരുന്നാലും യൂറോപ്പിലെ റോമൻ ക്യാനൻ നിയമപാരമ്പര്യം കോണ്ടിനെൻ്റൽ യൂറോപ്പിലെ പീഡനത്തിലൂടെ വേർതിരിച്ചെടുത്ത കുറ്റസമ്മതം ഉപയോഗപ്രദമാണെന്ന് തുടരുന്നുണ്ട്. തെളിവിൻ്റെ ഘടകങ്ങളിൽ നിന്നും ഈ സമ്പ്രദായം വിശ്വസനീയമല്ലെന്ന് മാത്രമല്ല, നിരപരാധികളോട് അന്യായമാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ക്രൂരമായ ഭരണകൂടങ്ങളുടെ പീഡനം വിമതരെയും ചുമതലക്കാരനെയും ഒക്കെ ഒരുപോലെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി 1980കളിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഒരു പീഡനവിരുദ്ധ ക്യാമ്പയിൻ പീഡനത്തിന്മേലുള്ള അന്താരാഷ്ട്ര നിരോധനങ്ങളുടെ ഒരു കൂട്ടം വാദിക്കുന്നതിൽ വിജയിച്ചു. ചില തടവുകാർക്കെതിരെ ചെയ്യുമ്പോൾ തന്നെ പീഡനം യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വംശഹത്യയുടെയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 1984 പീഡനത്തിനും മറ്റ് മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ നിന്ദ്യമായ പെരുമാറ്റത്തിനും അല്ലെങ്കിൽ ശിക്ഷയ്ക്കുമെതിരായ കൺവെൻഷൻ ഈ സന്ദർഭങ്ങളിൽ പുറത്തുള്ള പീഡനങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുകയും ഒരു പീഡന പ്രവൃത്തിക്ക് വ്യക്തിഗത ക്രിമിനൽ ഉത്തരവാദിത്വം നിർദ്ദേശിക്കുകയും ചെയ്തു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയ്ക്കെതിരായ ഞെട്ടിക്കുന്ന ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പീഡനത്തെ പ്രത്യേകിച്ച് ഇടുങ്ങിയ രീതിയിൽ നിർവചിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. 2002 US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെമ്മോറാണ്ടത്തിലെ ഈ പദത്തിൻ്റെ വ്യാഖ്യാനം അസങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനാജനകമായ വേദനയുടെ മനഃപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പീഡനത്തെ വളരെ ഇടുങ്ങിയതായിട്ട് അവർ വാദിച്ചു. ദുരുപയോഗം ചെയ്യപ്പെട്ട ഇറാഖ്യ തടവുകാരുടെ ഫോട്ടോകൾ അപമാനിക്കപ്പെടുന്നതിൻ്റെ ഗ്രാഫികൾ തെളിവുകളോടെ ഉയർന്നു വന്നതുകൊണ്ട് ഇത് നിർഭാഗ്യകരമായിട്ട് മാറി. പലരും രൂപീകരണക്കാരെയും അപമാനിതരായ ജയിൽ ഗാർഡുകളെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. 2004 ഡിസംബറോടുകൂടി
US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മുൻ മെമ്മറാണ്ടത്തിന് പകരം US നയം സ്ഥാപിക്കുകയും അത്തരം വ്യക്തമായ പരിധി എന്ന ആശയം ഉപേക്ഷിക്കുകയും ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ജുഡീഷ്യൽ തീരുമാനങ്ങൾ പീഡനമായി നിർണ്ണയിക്കപ്പെട്ട വിദേശ ദുരുപയോഗ കേസുകൾ മെമ്മറാണ്ടം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പീൻസ്, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ പീഡനക്കാരെ എടുത്ത കേസുകളായിരുന്നു ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് റേസിസത്തെ കുറിച്ചാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.